وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു റമദാനിൽ കൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ റമദാനിനെ നാളെ എൻ്റെ കണക്ക് പുസ്തകത്തിൽ ലാഭകരമായ കച്ചവടമാക്കി രേഖപ്പെടുത്തും വിധത്തിലുള്ള ഉപയോഗപ്പെടുത്തൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ആമുഖത്തിൽ ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, 2-3 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ചിന്തയും ചിന്താഗതിയും അല്ല ഇപ്പോൾ നമ്മുടേത്. നമുക്ക് കുറേയേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ശീലങ്ങളിൽ, നമ്മുടെ നമസ്കാരങ്ങളിൽ മുൻപില്ലാത്ത ഒരു നന്മയുടെ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഏറെക്കുറെ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട്. സുബഹി ജമാഅത്തിന് തന്നെ നമ്മുടെ പള്ളിയുടെ സ്വഫുകൾക്കുണ്ടായ എണ്ണ വർധനവ്, അതല്ലാത്ത ജമാഅത്തുകളിലും ഉണ്ടായിട്ടുള്ള സ്വഫിൻ്റെ വർധനവ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നമുക്ക് നല്ല ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെയല്ല. പണ്ട് പറഞ്ഞിരുന്ന പലതും ഇന്ന് നമ്മൾ പറയുന്നില്ല എന്നതിനോടൊപ്പം തന്നെ പലതും ശ്രദ്ധയോടുകൂടി മാറ്റിവെക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മുമ്പില്ലാത്ത ശ്രദ്ധയും ജാഗ്രതയും താല്പര്യവും ഇഷ്ടവുമൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മളിലുണ്ടായ ഈ നന്മയുടെ മാറ്റത്തിൻ്റെ പേരാണ് തഖ്വ എന്നുള്ളത്. മറ്റൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ
ചെയ്യാനുള്ള താല്പര്യവും ഇഷ്ടവും ഒക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്ക് തഖ്വ അധികരിച്ചത് കൊണ്ടാണ്. നോമ്പുകൊണ്ട്, റമളാനിലെ നോമ്പുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതും ഈ തഖ്വ വിശ്വാസികളിൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ റമളാനിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ മരിക്കുന്നതുവരെയും ഈ നന്മയുടെ മാറ്റം നമ്മളിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് റമളാനിലെ നോമ്പും റമളാനിലെ ദിനവും രാത്രിയും അതിലുണ്ടായ ഈ മാറ്റങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അത് തിരിച്ചറിഞ്ഞ് ഈ നല്ല മാറ്റങ്ങളെ ജീവിതത്തിലുടനീളം നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എന്തിനാണ് റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്? വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം ആമുഖത്തിൽ ഓതി വെച്ചത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ടും, വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ സന്മാർഗത്തെ വിശദീകരിക്കുന്ന ഗ്രന്ഥമായും, വൽ ഫുർഖാൻ, സത്യാസത്യത്തെ വിവേചിക്കുന്ന ഗ്രന്ഥമായും വിശുദ്ധ ഖുർആൻ അവതീർണമായത് റമളാൻ മാസത്തിലാണ്. തുടർന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആർ ആ മാസത്തിൽ സാക്ഷിയാകുന്നുവോ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ കൽപ്പനയുള്ളത് കൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് നോമ്പുകാരായി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനോടൊപ്പം നാം മനസ്സിലാക്കേണ്ടുന്നത്, നമുക്ക് നോമ്പ് നിർബന്ധമായത് ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നോമ്പും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് ഈ റമളാനിൽ പുതുക്കാനും അത് കുറച്ചുകൂടി നല്ല രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളിൽ അധികം ആളുകളും അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക്, അള്ളാഹുവിൻ്റെ കലാമിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഏറെക്കുറെ ആളുകളും ഏറെക്കുറെ സമയവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ പഠനത്തിന് 5 മാർഗങ്ങളാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഇസ്തിമാഅ്, കേൾക്കുക എന്നുള്ളതാണ് ഖുർആൻ പഠനത്തിൻ്റെ ആദ്യ ഘട്ടമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ വചനം വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഫഇദാ ഖുരിഅൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ, അഥവാ ഖുർആൻ പാരായണം ചെയ്തത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, ആ ഖുർആനിന് നിങ്ങൾ ചെവി കൊടുക്കണം, ആ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫഅൻസിതു, നിശബ്ദത പാലിക്കുകയും വേണം. ഇത് ഖുർആൻ കേൾക്കുന്ന സമയത്ത് ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന മര്യാദയായി കൂടി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കുന്ന സദസ്സിൽ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തിപ്പെടുകയാണ് എങ്കിൽ അവിടെ നിശബ്ദത പാലിക്കുക എന്നുള്ളതും ആ ഖുർആനിന് ചെവി കൊടുക്കുക എന്നുള്ളതും, ഇസ്തിമാഅ് എന്ന് പറയുന്നത് കേവല കേൾവിയല്ല, ചെവിയോടൊപ്പം ഹൃദയം കൂടി തുറന്നു വെച്ച് കേൾക്കുന്ന കേൾവിയെയാണ് ഇസ്തിമാഅ് എന്ന് പറയാം. കേൾക്കുക മാത്രമല്ല, അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുക കൂടി ചെയ്യുന്ന കേൾവിയാണ് ഇസ്തിമാഅ്. അപ്പോൾ ഫസ്തമിഉ ലഹു, ആ ഖുർആൻ പാരായണത്തിന് നിങ്ങൾ കൽബ് തുറന്ന് ചെവി കൊടുക്കണം, അതിനെ കേൾക്കണം, നിശബ്ദമായിരുന്നു കേൾക്കണം. ഇതാണ് ഒന്നാമത്തെ ഭാഗം നമുക്ക് ചെയ്യാനുള്ളത്. രണ്ടാമത് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനിൻ്റെ പാരായണമാണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഖുർആൻ പഠനത്തിൻ്റെ 2-ാം ഘട്ടമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന് പ്രവാചകന് ഖുർആനിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പെട്ടെന്ന് വേഗത്തിൽ ഹൃദ്യസ്ഥമാക്കാനും അത് പാരായണം ചെയ്ത്
പെട്ടെന്ന് പഠിക്കുന്നതിനു വേണ്ടി നബി നാവിങ്ങനെ വേഗത്തിൽ ചലിപ്പിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. പ്രവാചകരെ, അങ്ങ് ധൃതി കൂട്ടേണ്ടതില്ല. വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കൂട്ടേണ്ടതില്ല, അങ്ങനെ നാവിനെ വേഗത്തിൽ ചലിപ്പിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ വേഗത്തിൽ ഖത്തമ് തീർക്കാനും ഖത്തമിൻ്റെ എണ്ണം കൂട്ടുന്നതിനും വേണ്ടി നിങ്ങൾ വേഗത്തിൽ ഖുർആൻ പാരായണം ചെയ്യരുത്. നേരെ മറിച്ച് ഖുർആനിൻ്റെ ആയത്തുകളിൽ വരുന്ന മാറ്റം, നമ്മുടെ പാരായണത്തിൽ വരുന്ന മാറ്റം അതിൻ്റെ ആശയത്തിൽ വലിയ മാറ്റങ്ങളും വലിയ അബദ്ധങ്ങളും കൊണ്ടുവരും. അതുകൊണ്ട് സാവധാനത്തിൽ അവധാനതയോടുകൂടി മാത്രമേ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുള്ളൂ. വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ പാരായണം ചെയ്യേണ്ടത് അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച്, അക്ഷരങ്ങളുടെ മഖ്റജുകൾ അനുസരിച്ച് അത് കൃത്യമായി പഠിക്കുകയും അതിനനുസൃതമായി ഖുർആൻ പാരായണം ചെയ്യുകയും വേണം. അതല്ലാതെ തിരക്ക് കൂട്ടി നമ്മുടെ ഖത്തമിൻ്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി നിങ്ങൾ തിരക്ക് കൂട്ടാൻ പാടില്ല. വളരെ കൃത്യമായി സാവധാനത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. നമുക്കറിയാം, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം, ഇഖ്റഉ അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. നമുക്കൊക്കെ പരിചിതമായ സുപരിചിതമായ ഹദീസുകളും ആയത്തുകളും ഒക്കെ തന്നെയാണ് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. പ്രവാചകൻ പറഞ്ഞത് ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. പാരായണത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിസ്വാഹിബിഹി. ഖുർആൻ അതിൻ്റെ ആളുകൾക്ക് ഷഫീആയി, ശുപാർശകനായി നാളെ പരലോകത്ത് വരും എന്നാണ്. നാളെ പരലോകത്ത് നാം പാരായണം ചെയ്ത ഖുർആൻ നമുക്ക് ഷഫാഅത്തായി, ശുപാർശയായി നാളെ വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മസലുല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ ഹാഫിളുൻ ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബററ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും നന്നായി അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് കൃത്യമായി അതിൻ്റെ നിയമങ്ങൾ പഠിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ മഅ സഫറത്തിൽ കിറാമിൽ ബററ, അനുഗ്രഹീതരായ, അള്ളാഹുവിനാൽ അനുഗ്രഹീതരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് നന്നായി പാരായണം ചെയ്യുന്ന, അതിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനമാണ്. തുടർന്ന് പ്രവാചകൻ പറഞ്ഞത്, മസലുല്ലദീ യഖ്റഉ വഹുവ യതആഹദുഹു. എന്നാൽ എല്ലാ ആളുകൾക്കും ഖുർആൻ അങ്ങനെ നന്നായി പാരായണം ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലരുണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. അവരുടെ ചെറുപ്പകാലത്തിൽ അവർക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ടോ മറ്റു സാഹചര്യങ്ങൾ കൊണ്ടോ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ പഠിക്കാതെ വാർദ്ധക്യത്തിലും ഈ ഖുർആൻ ഒരു തവണയെങ്കിലും എനിക്കൊന്ന് പാരായണം ചെയ്യണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി ആ മുസഹഫ് തുറന്നു വെച്ച് ഓരോരോ അക്ഷരങ്ങളായി പെറുക്കി വായിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകൾ വഹു അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ, അവർക്ക് 2 പ്രതിഫലമുണ്ട് എന്ന്. അവരുടെ ആ മനസ്സിനും അവർ നടത്തുന്ന ആ പരിശ്രമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രതിഫലം നൽകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞത് നമുക്ക് അറിയാവുന്ന, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല ഫലഹു ബിഹി ഹസന. ആരെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഫലഹു ബിഹി ഹസന, അതിന് അവന് ഒരു കൂലിയുണ്ട്, ഒരു ഹസനത്തുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, 10 ഇരട്ടിയാണ്. ഒരു ഹർഫിന് 10 പ്രതിഫലം ലഭിക്കുന്നത്. പ്രവാചകൻ വിശദീകരിച്ചു, അലിഫ് ലാം മീം എന്ന് പറയുന്നത് 1 എന്ന് ഞാൻ പറയുന്നില്ല. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം 3ാമത്തെ ഹർഫാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഹർഫുകളെ നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ 3 ലക്ഷത്തിലധികം ഹർഫുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനെ ഒരു തവണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ 10 ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെ മാത്രം നമുക്ക് ലഭിക്കാവുന്ന പ്രതിഫലം എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമായ
കാര്യമാണ് എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിൽ വരികയും വയതദാറസഹുൽ ഖുർആൻ, പ്രവാചകനെ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന. ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് കൊടുക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് കേൾക്കുകയും അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് മുൻപ് 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ റമദാനിൽ വിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചത് എന്നും നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. 3ാമത്തത് ഹിഫ്ളുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചാൽ മതി, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ നിന്ന് എത്ര അധ്യായങ്ങൾ, എത്ര ആയത്തുകൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ട്? മനഃപ്പാഠമായി എനിക്കും നിങ്ങൾക്കും എത്രയുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്യത്തെ കൂടി നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ കൽബൈത്തിൽ ഖരിബ്, തീർച്ചയായും മനസ്സിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നുമില്ലാത്തവൻ, അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പോലും മനഃപ്പാഠമാക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവൻ്റെ മനസ്സ് ഏതുപോലെയാണ്? കൽബൈത്തിൽ ഖരിബ്, നാശമായ ഒരു വീട് പോലെയാണ്, ആൾപ്പാർപ്പില്ലാത്ത ഒരു വീട് പോലെയാണ്. അവിടുത്തെ വായു മലിനമായിരിക്കും, ഇഴജന്തുക്കൾ കൊണ്ട് അപകടം നിറഞ്ഞതായിരിക്കും ആ വീട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നും മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാനത്തേക്ക് വരുന്നത് ദുശ്ചിന്തകളായിരിക്കും. നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് നന്മയുടെ ചിന്തകളായിരിക്കില്ല, നേരെ മറിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും അടുത്ത തലമുറക്കും അപകടമുണ്ടാക്കുന്ന ചിന്തകളുടെ വേരുകൾ ഇറങ്ങിയ, അങ്ങനെ ആ അപകടങ്ങളുടെ മരങ്ങൾ വളർന്നു പന്തലിച്ച ആളില്ലാത്ത വീടുകൾ പോലെ ആയിരിക്കും അവരുടെ മനസ്സുകൾ എന്നാണ്. അത്തരം മനസ്സുകളിൽ നിന്ന് നന്മയുടെ ചിന്തകൾ ഉണ്ടാവില്ല, നന്മയുടെ നോട്ടം ഉണ്ടാവില്ല, നന്മയുടെ കേൾവി ഉണ്ടാവില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എത്രയാണോ നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നത് അതിന് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അതിന് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊപ്പം നമ്മളും പഠിക്കണം. ഇന്ന് ഈ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച കണ്ടിട്ടാണ് കയറി വന്നത്. ഒരു വാപ്പ വിശുദ്ധ ഖുർആൻ ഓതാൻ, തൊട്ടടുത്ത് മകനാണ് ഇരിക്കുന്നത്. വാപ്പയുടെ തെറ്റുകൾ മകനാ തിരുത്തുന്നത്. വാപ്പ ഖുർആൻ ഓതുന്നു, മകൻ തെറ്റ് തിരുത്തി കൊടുക്കുന്നു. എത്ര സുന്ദരമായിരിക്കും ആ പഠനത്തിൻ്റെ ഒരു രീതി. ആ വാപ്പയുടെ മനസ്സിൽ ഒരു ഈഗോയും ഇല്ല, എൻ്റെ മോനാണല്ലോ ഇത് തിരുത്തുന്നത്. സാധാരണ മറ്റെന്തെങ്കിലും കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. പക്ഷേ ഖുർആൻ പഠിച്ച മക്കൾ വീട്ടിലുണ്ടായിരിക്കെ വാപ്പ ഓതുമ്പോൾ ഉമ്മ ഓതുന്ന സമയത്ത്, അതുമല്ലെങ്കിൽ വീട്ടിൽ രാത്രി നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് കീഴിൽ മക്കളുടെ പിന്നിൽ നിന്ന് ജമാഅത്ത് നമസ്കരിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു സന്തോഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അത്തരത്തിൽ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ, ഒപ്പം അവരിൽ നിന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പരലോകത്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുഖാലു ലിസാഹിബിൽ ഖുർആൻ ഇഖ്റഉ വർത്തഖി. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളോട് പറയും, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യ്, എന്നിട്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങളിലേക്ക് അങ്ങനെ മുകളിലേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാം. വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫിദ്ദുനിയ, ദുനിയാവിൽ നീ എങ്ങനെയാണോ അവധാനതയോടുകൂടി നിയമാനുസൃതം പാരായണം ചെയ്തിരുന്നത്, തർത്തീൽ നടത്തിയിരുന്നത്, അതുപോലെ നീ പാരായണം ചെയ്യുക. മൻസിലതുക ഇൻദ ആഖിരി ആയത്തിൻ തഖ്റഉഹ, നിന്റെ മനഃപ്പാഠത്തിൽ നിന്ന് അവസാനത്തെ ആയത്തും പാരായണം ചെയ്യുമ്പോൾ നീ എവിടെയാണോ എത്തിച്ചേരുന്നത് അതാണ് സ്വർഗത്തിൽ നിന്റെ സ്ഥാനം എന്ന്. സ്വർഗത്തിൽ എൻ്റെയും നിങ്ങളുടെയും സ്ഥാനം നിർണയിക്കാൻ വിശുദ്ധ ഖുർആനിൻ്റെ മനഃപ്പാഠമാക്കലിലൂടെ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അതിൻ്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ട് റമദാനിൻ്റെ പകലുകളിൽ, റമദാനിൻ്റെ രാത്രികളിൽ നമ്മൾ ഖുർആൻ പാരായണത്തിന് വേണ്ടിയും അല്ലാത്ത കർമ്മങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഒരു ടൈം ടേബിൾ കൃത്യമായി ഉണ്ടാക്കുമ്പോൾ അത് മനഃപ്പാഠമാക്കുവാനുള്ള ഒരു സമയം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ റമദാനിൽ ഒരു തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ്
ഇത്രയെങ്കിലും എനിക്ക് മനഃപ്പാഠമാക്കാൻ കഴിയണം. ഒരു ദിവസം ഒരു ആയത്ത് മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞാൽ 30 ആയത്തുകൾ 30 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. സൂറത്തു സജ്ദയൊക്കെ 30 ആയത്തുകളെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സൂറത്ത് മൊത്തമായി നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു ദിവസം ഒരു ആയത്ത് പഠിച്ചാൽ മതി. റമദാനിൽ നമുക്കതിന് സാധിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നന്മയുടെ കുറേയേറെ മാറ്റങ്ങൾ ഉള്ളത് ഈ റമദാനിലാണ്. അതുകൊണ്ട് റമദാനിൽ നമുക്കതിന് കഴിയും. ആ ഒരു നല്ല നീയത്തോടു കൂടി, തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇനി നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് തദബ്ബുറുൽ ഖുർആൻ ആണ്. ഖുർആനിൻ്റെ ആശയ പഠനമാണ്. ഖുർആനിൻ്റെ ആശയത്തെക്കുറിച്ചുള്ള ആലോചനകളാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, തദബ്ബുർ നടത്തുന്നില്ലേ? അം അലാ ഖുലൂബിൻ അക്ഫാലുഹ, അതല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ? ഇനിയും വിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ തുറക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ഹൃദയങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണോ? എന്തേ ഖുർആനിൻ്റെ ആയത്തുകളെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണാസന്നനായ പിതാവ് നമ്മുടെ കയ്യിലേക്ക് ഒരു പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളോ ഒരു കുറിപ്പോ എഴുതി തന്നു, അല്ലെങ്കിൽ ഒരു വിൽപത്രം എഴുതി തന്നതിന് ശേഷം വാപ്പ മരിച്ചുപോയി. 10-20 വർഷങ്ങൾക്ക് ശേഷം മകനോട് ചോദിക്കുകയാണ്, വാപ്പ എന്താ എഴുതി തന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും മക്കൾ പറയോ, അത് ഞാൻ തുറന്നു നോക്കിയില്ല, അതിലെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഏതെങ്കിലും മക്കൾ പറയോ? ഇല്ലല്ലോ. ഉറപ്പായും അത് തുറന്നു നോക്കും. മനസ്സിലായില്ല എങ്കിൽ ഭാഷ അറിയുന്ന ആളെ കൊണ്ട് അത് വായിപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? കാരണം നമുക്കുള്ളതെന്തോ ഒന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വസുന്നതി. ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. നിങ്ങളത് മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവില്ല. കിതാബല്ല, അതിൽ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. എൻ്റെയും നിങ്ങളുടെയും പ്രായം എത്രയാണ്? നമുക്ക് വകതിരിവ് വന്നതിന് ശേഷം ഒരു 20-24 വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ പഠനം ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ പഠിക്കാനുള്ള പക്വതയും പാകതയും എത്തിയിട്ട് ഒരു 20-24 വർഷങ്ങൾക്ക് ശേഷം നമ്മളോട് ചോദിക്കാണ്, എന്തേ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ മറുപടി പറയാൻ കഴിയുക? എന്തു മറുപടി പറയാനുണ്ട് നമുക്ക്? ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ ആ ഹജ്ജത്തുൽ വിദാഇൽ ഇതിങ്ങനെ ആ പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുമ്പോൾ, ഇത് ഏൽപ്പിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കെന്താ പറയാൻ കഴിയുക? ഇതിൻ്റെ ഉള്ളിലെ ഏതൊക്കെ സൂറത്തുകളിലെ ഏതൊക്കെ ആശയങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണ്ടേ? ഇനിയെങ്കിലും ഗൗരവത്തിൽ ആലോചിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ 54-ാം അധ്യായം സൂറത്തുൽ ഖമറിൽ 4 തവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു ആയത്തുണ്ട്. നമ്മൾ ശരിക്കും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. നമ്മൾ പലപ്പോഴും ഈ ആയത്ത് ഓതി കേട്ടിട്ടുണ്ടാകും, പല രൂപത്തിലും വിശദീകരണം കേട്ടിട്ടും ഉണ്ടാകും. എന്നാൽ ഈ ആയത്ത് സൂറത്തുൽ ഖമറിൽ 4 തവണയാണ് ആവർത്തിച്ചു വന്നത്. ആയത്ത് ഇതാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വിശുദ്ധ ഖുർആനിനെ നിങ്ങൾക്ക് ഓർക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും പറ്റുന്ന രൂപത്തിൽ എളുപ്പമാക്കി തന്നിരിക്കുന്നു നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഹൽ മിൻ മുദ്ദക്കിർ. എന്നാൽ അതിനെക്കുറിച്ച് ഓർക്കാനും പഠിക്കാനും ചിന്തിക്കാനും സമയം കണ്ടെത്തിയവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് 4 സ്ഥലങ്ങളിലും 4 പ്രവാചകന്മാരെ കുറിച്ചും ആ പ്രവാചകന്മാരുടെ സമുദായത്തെക്കുറിച്ചും അവർക്ക് നേരിടേണ്ടി വന്ന അപകടത്തെക്കുറിച്ചും ദുരന്തത്തെക്കുറിച്ചും പറഞ്ഞത്. ഒന്നാമത്തത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 54-ാം അധ്യായം സൂറത്തുൽ ഖമറിലെ 9 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം, കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂനുൻ വസ്ദുജിർ. ഇവർക്ക് മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത അതിനെ കളവാക്കിയിട്ടുണ്ട്. ഫകദ്ദബു അബ്ദന,
നമ്മുടെ അടിമയെ അവർ കളവാക്കി. വഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, മജ്നൂനുൻ വസ്ദജുർ, എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭ്രാന്തനാണ് എന്നും ആ പ്രവാചകന് നാട്ടിൽ കുറെ വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ആ ജനതയിലേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ, ആയത്തുകളെ അവർ കളവാക്കുകയും അത് കൊണ്ടുവന്ന പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കുകയും ആ പ്രവാചകന് എതിരെ കുറേയേറെ നടപടികളിലേക്ക് അവർ മുന്നോട്ട് പോവുകയും ചെയ്ത സമയം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അന്നീ മഗ്ലൂബുൻ, റബ്ബേ ഞാൻ പരാജിതനാണ്. 950 കൊല്ലം ഈ ജനതയിൽ ഞാൻ പ്രബോധനം നടത്തിയിട്ടും നിന്റെ ആയത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടും ഞാൻ പരാജിതനാണ് അള്ളാഹുവേ. അതുകൊണ്ട് വൻതസിർ, എന്നെ നീ സഹായിക്കും, ഇവരിൽ ഇടപെടണം, ഇവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകണം. ഖുർആൻ പറയുന്നത് ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചോരിയുന്ന വെള്ളം കൊണ്ട് ആ ജനതയെ, അതിൻ്റെ ആകാശങ്ങളെ അള്ളാഹു തുറന്നിട്ട് കൊടുത്തു എന്നാണ്. നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതക്ക് ഉണ്ടായ അവസ്ഥ എന്താണ് എന്ന്. അവരിലേക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങുകയും ആ ജനത ആ വെള്ളത്തിൽ മുങ്ങി നശിക്കുകയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആ പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ മാത്രം രക്ഷപ്പെടുകയും ചെയ്ത ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അത് ഓർമ്മിപ്പിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, എന്നാൽ അതുപോലൊരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നിങ്ങൾക്കും തന്നിട്ടുണ്ട്. വെറുതെ അല്ല, ഓർക്കാൻ എളുപ്പമായ രൂപത്തിൽ, പഠിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് അവസരമുള്ള രൂപത്തിൽ ഖുർആനിനെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരുണ്ട്? രണ്ടാമത്തെ സ്ഥലം ആദ് സമുദായത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ആദ് സമുദായത്തിലേക്ക് അയക്കപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. 18-ാമത്തെ ആയത്ത് മുതൽ കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനുദർ. ആദ് സമുദായം ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെയും വേദാന്തങ്ങളെയും എല്ലാം അവർ കളവാക്കി. അങ്ങനെ ആ പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ അവരിലേക്ക് ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസരൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ, അങ്ങനെ അവരിലേക്ക് നാം ഒരു കാറ്റിനെ അയച്ചു. ആദ് സമുദായത്തിലേക്ക് ശിക്ഷയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചത് കാറ്റിനെയാണ് എന്ന് നമുക്കറിയാം. മറ്റൊരു അധ്യായത്തിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഖുസൂമൻ ഫതറൽ ഖൗമ ഫീഹാ സുർഅ. അവരിൽ സബ്അ ലയാലിൻ 7 രാത്രിയും 8 പകലുമാണ് ആ കാറ്റ് ഇടതടവില്ലാതെ വീശിയത്. അങ്ങനെ വയക്കോൽ കൂമ്പുകൾ പോലെ അവർ മാറിയെന്നാണ്. ഒന്നിനും പറ്റാത്ത ചണ്ടികളായി ആ ജനത നശിപ്പിക്കപ്പെട്ടു എന്നാണ്. വിശുദ്ധ ഖുർആൻ ആ സമുദായത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 72-ാമത്തെ വചനത്തിൽ പറഞ്ഞത് വഖതൈനാ ദാബിർ അല്ലദീന കദ്ദബൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവന്റെ മുരടറുത്തു എന്ന. ഖതൈനാ ദാബിർ, അവരുടെ വേര് അറുത്തു കളഞ്ഞു. ഇനി അവരുടേത് എന്ന് പറയുന്ന ബാക്കിയൊന്നും ലോകത്തില്ലാത്ത വിധം മുച്ചൂടും റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. ഈ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കാൻ, 2-ാമത്തെ ഭാഗം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, ഖുർആനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു, ആരുണ്ട് ഖുർആനിനെ പഠിക്കാൻ? 3-ാമത്തത് സമൂദ് ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞെടുത്താണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിയോഗിതനായിട്ടുള്ള സമൂദ് ഗോത്രം, അവർ സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിഷേധിക്കുകയും ആ പ്രവാചകൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്ത സമയത്ത് അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം എന്ന നിലക്കാണ് ഒരു ഒട്ടകത്തെ അയക്കുന്നത്. ഇന്ന മുർസിലുന്നാഖത ഫിത്നതൻ ലഹും, അവരിലേക്ക് ഒരു പരീക്ഷണമായിക്കൊണ്ട് നാം ഒട്ടകത്തെ അയച്ചു. എന്നിട്ട് ഊഴം വെച്ച് അവരിൽ വെള്ളം കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി. ഒട്ടകത്തിനെ വെള്ളം കുടിക്കുന്ന സമയത്ത് നാട്ടുകാർ വെള്ളം കുടിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മളത് വായിച്ചു മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്നതാണ്. എന്നാൽ ആ ജനത അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തെ അറുത്തു കളഞ്ഞു. ആ ഒട്ടകത്തെ അവർ അറുത്തു കളഞ്ഞു.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നാ അർസൽനാ അലൈഹിം സ്വൈഹതൻ വാഹിദ, അവരിലേക്ക് ഒരു ഘോര ശബ്ദത്തെയാണ് നാം ശിക്ഷയായിക്കൊണ്ട് ഇറക്കിയത്. ഫകാനു കഹശീമിൻ മുഖ്തതിർ, അവർ വൈക്കോൽ തുമ്പുകൾ പോലെ ആയിത്തീർന്നു എന്നുള്ളതാണ്. ഒന്നിനും പറ്റാത്ത ഒരു വിഭാഗമായി അവർ മാറിപ്പോയി. ആ ഘോര ശബ്ദത്തിലൂടെ ആ ജനത നശിച്ചു പോയി എന്ന് പറയുന്നു. തുടർന്ന് മൂന്നാമത് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കർ, ഖുർആനിനെ നാം എളുപ്പമാക്കി തന്നില്ലേ, ആരുണ്ട് പഠിക്കാൻ എന്ന്. നാലാമത്തെ സന്ദർഭം ഏതാണെന്നറിയോ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്. ഒരു സമൂഹത്തിൽ അധാർമികത നിറഞ്ഞു നിന്ന ഒരു സമൂഹത്തിലേക്ക് ധാർമ്മികതയുടെ നേർവെളിച്ചവുമായി വന്ന ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകനെയും പ്രവാചകന്റെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിച്ച, കളവാക്കിയ ആളുകൾ, കദ്ദബത്ത് ഖൗമു ലൂത്തിൻ ബിന്നുദിർ, അള്ളാഹുവിൻ്റെ താക്കീതുകളെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത കളവാക്കി. അങ്ങനെ ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബൻ ഇല്ലാ ആല ലൂത്ത്, അങ്ങനെ അവരെ ചരൽക്കാറ്റുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. ഇതും പറഞ്ഞതിന് ശേഷം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കർ, ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നില്ലേ, ആരാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്? ഈ ചോദ്യം സഹോദരന്മാരെ, ഈ 4 ആവർത്തി ഈ ആയത്ത് വന്നത് ഈ ഭാഗത്താണ്. അതിൻ്റെ ഗൗരവം എത്രയാണ്? നമ്മളോട് പല തവണ പല ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കാൻ എന്ത് മറുപടിയാണ് നമുക്ക് പറയാൻ കഴിയുക? ഇതിലെ മറ്റൊരു അപകടം എന്താണെന്നറിയോ? മറ്റു സമുദായങ്ങളിലേക്കൊക്കെ അയക്കപ്പെട്ട പ്രവാചകന്മാർ ആ സമുദായത്തിന് എതിരെ പ്രാർത്ഥിച്ചതും അവർക്ക് ശിക്ഷ നേരിടേണ്ടി വന്നതും ഈ ലോകത്ത് വെച്ചാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെതിരെ പരാതി പറയുന്ന, നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കട്ടെ, പരാതി പറയുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രവാചകൻ പറയുന്ന ഒരു പരാതിയുണ്ട് വിശുദ്ധ ഖുർആനിൽ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ, എൻ്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചവരാണ്. ഈ പരാതി എവിടെ വെച്ചാ പറയുന്നതെന്നറിയോ? പിന്നീടൊരു ചിന്തക്കോ ഒരാലോചനക്കോ പിന്നീടൊരു മാറ്റത്തിനോ പിന്നീടൊരു തീരുമാനം എടുക്കാനോ മാറ്റം വരുത്താനോ സാധിക്കാത്ത പരലോകത്ത് വെച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരെ പരാതി പറയണത്. അല്ലാഹുവേ, എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന്. പക്ഷേ അന്ന് പറയാൻ പോകുന്ന പരാതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇന്നേ സൂചന നൽകി. അതൊക്കെ കേട്ടിട്ടും ഖുർആനിനോടുള്ള സമീപനത്തിൽ നമുക്ക് മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഈ റമദാനിലെങ്കിലും എനിക്ക് വിശുദ്ധ ഖുർആനിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാക്കാൻ, തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിനോട് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന സമീപനം ഇപ്പോൾ ഉള്ളതും എന്നാൽ ഇന്നു മുതൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുമായ സമീപനമാണ് വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായി ഉൾക്കൊണ്ട് ആ നന്മയുടെ പിന്തുടർച്ചക്കാരാകാൻ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് ഇവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, റമദാനിൽ ഏറെ പുണ്യം ആഗ്രഹിച്ച് കർമ്മങ്ങളെ സമീപിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മുമ്പെങ്ങുമില്ലാത്ത ഒരു ഇഖ്ലാസ്, ഒരു ഖുശൂ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ നമുക്കുണ്ട്. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറെ പുണ്യം ലഭിക്കുന്ന ഒരു കർമ്മമായിക്കൊണ്ടാണ് രാത്രി നമസ്കാരത്തെ നാം പഠിച്ചിട്ടുള്ളതും അതിനോടുള്ള നമ്മുടെ സമീപനവും അത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പ്രതിഫലേച്ഛയോടുകൂടി വിശ്വാസത്തോടുകൂടി രാത്രി നമസ്കരിക്കുന്നവൻ ആരുണ്ടോ അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഈ രാത്രി നമസ്കാരത്തിൻ്റെ
ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് രാത്രിയുടെ അവസാനത്തെ 1/3 എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നതാണ് രാത്രി നമസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ സമയം. നമുക്ക് അതിന് കഴിയുമെങ്കിൽ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം അതിൻ്റെ മഹത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഉറങ്ങിപ്പോകും എന്ന ഭയം ഉണ്ട് എങ്കിൽ അവർക്കെന്ത് ചെയ്യാം? ഉറങ്ങുന്നതിന് മുൻപ് വിത്ർ നമസ്കരിച്ച് ഉറങ്ങാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, മൻ ഖാഫ അൻ ലാ യഖൂമ മിൻ ആഖിരിൽ ലൈൽ ഫൽയൂത്തിർ അവല. ആരെങ്കിലും രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെടുകയാണ് എങ്കിൽ അവൻ രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ അഥവാ ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപ് തന്നെ വിത്ർ നമസ്കരിച്ച് അവൻ ഉറങ്ങിക്കൊള്ളട്ടെ. വമൻ ത്വമിഅ അൻ യഖൂമ ആഖിറഹു. ഇനി ആർക്കെങ്കിലും കഴിയും എന്നുണ്ട് എങ്കിൽ രാത്രിയുടെ അവസാനത്തെ 1/3 എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഫൽയൂത്തിർ ആഖിറൽ ലൈൽ, അവൻ രാത്രിയുടെ അവസാനത്തിൽ തന്നെ വിത്ർ നമസ്കരിക്കട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിറൽ ലൈലി മശ്ഹൂദ. കാരണം രാത്രിയുടെ അവസാനത്തെ ആ നമസ്കാരം സാക്ഷിയായി വരുന്നതാണ് എന്നാണ്. 2 രൂപത്തിൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് അത് നമുക്ക് സാക്ഷ്യമായി വരും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാക്ഷ്യമുണ്ടാകും ആ നേരത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദാലിക അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും. അതുകൊണ്ട് അതിന് കഴിയുന്നവർ ആ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് തന്നെ ആ നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സമയത്തിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യൻസിലുല്ലാഹു കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ ആകാശത്തേക്ക് അഥവാ 1-ാം ആകാശത്തിലേക്ക് എല്ലാ രാത്രികളിലും ഇറങ്ങി വരും. ഹീന യബ്ഖാ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 മാത്രം ബാക്കി നിൽക്കെ അള്ളാഹു ആ ദുനിയാവിൻ്റെ ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയുമത്രേ, മൻ യദ്ഊനി ഫസ്തജിബ് ലഹ്, എന്നോട് ആരാണ് ചോദിക്കുന്നത് അവൻ്റെ ചോദ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കും ഞാൻ എന്ന്. അതോടൊപ്പം തന്നെ വമൻ യസ്അലുനി ഫഅതി, എന്നോട് ചോദിക്കുന്നവൻ അവൻ എന്താണോ ചോദിക്കുന്നത് അത് ഞാൻ നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹു, എന്നോട് ആരാണ് പാപമോചനം തേടുന്നത് അവൻ്റെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയുന്ന വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഇരിക്കുന്ന, പാപമോചനം നൽകാൻ സന്നദ്ധനായി നിൽക്കുന്ന ആ ഏറ്റവും അഫ്ളലായ സമയത്ത് നമസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് തന്നെ നമസ്കരിക്കുക. അതല്ലാത്ത ആളുകൾ, ആ സമയത്ത് ഉറങ്ങിപ്പോകും എന്ന് ഭയമുള്ളവർ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നമസ്കരിക്കണം. അതിനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഖുർആൻ പഠനത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്നതിനുള്ള, അതിൻ്റെ ആശയം ഗ്രഹിക്കുന്നതിനുള്ള ധാരാളം സംരംഭങ്ങളുണ്ട്. ആ രൂപത്തിൽ ഒന്നാണ് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന മിസ്ബാഹ് എന്നുള്ളത്. ചെറിയ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും പ്രത്യേകം സിലബസുകൾ ക്രമീകരിച്ച് അവർക്ക് വേണ്ടി പരീക്ഷ, പിന്നെ ഖുർആൻ പഠിക്കാനുള്ള അവസരവും അതിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ച ആശയത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ അളക്കുന്ന രൂപത്തിലുള്ള ഒരു മത്സര പരീക്ഷ കൂടി നടത്തുന്നുണ്ട്. അതിൽ ഭാഗവാക്കാകാൻ, അതിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം നിർബന്ധമായി വരുന്ന സമയത്തായിരിക്കും നമുക്ക് അതിനോടൊരു താല്പര്യവും അതിനുള്ളൊരു ശ്രമവും ഒക്കെ ഉണ്ടാകുക. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ അതിൻ്റെ പഠനം തുടങ്ങാൻ നാം നിയ്യത്ത് വെച്ചിരിക്കുന്ന, അതിൻ്റെ ആശയഗ്രഹണ പഠനം തുടങ്ങണം എന്ന് നാം ആഗ്രഹിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ ഇതൊരു തുടക്കമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഈ റമളാനിൻ്റെ പകലിൽ നോമ്പ് നോൽക്കാൻ കഴിയാതെ രാത്രിയിൽ എല്ലാവരും നിന്ന് നമസ്കരിക്കുമ്പോൾ ആഗ്രഹമുണ്ടായിട്ടും നമസ്കരിക്കാൻ കഴിയാത്ത ബെഡ് റിഡനായിട്ടുള്ള ശയ്യാവലംബരായ ഒരുപാട് ആളുകൾ, മാതാപിതാക്കൾ, അവരുടെ എല്ലാം രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ,
കഴിഞ്ഞ ദിവസവും MSMൻ്റെ ഒരു പ്രവർത്തകൻ ഒരു വാഹന അപകടത്തെ തുടർന്ന് 20 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, അയൽപ്പക്കങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.